ബ്രിട്ടനിലെ ഒരു പള്ളിയിൽ തീവെപ്പുണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബ്രിട്ടീഷ് നഗരമായിട്ടുള്ള പീസ് ഹാവനിലെ ഒരു പള്ളി ശനിയാഴ്ച രാത്രി മനഃപൂർവ്വം തീയിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിദ്വേഷ കുറ്റകൃത്യമാണെന്നാണ് പോലീസ് ഇതിനെ വിശേഷിപ്പിച്ചത്. സംഭവ സമയത്ത് പള്ളിയിൽ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാരെ അവർ രണ്ടുപേരായിരുന്നു. അവരെ പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. എന്നിരുന്നാലും പള്ളിക്കും പ്രസിഡന്റിന്റെ കാറിനും കേടുപാടുകൾ സംഭവിച്ചു. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഈ സംഭവത്തെ അപലപിച്ചു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ബ്രൈറ്ററിനടുത്തുള്ള ശാന്തമായ തീരദേശ പട്ടണമായിട്ടുള്ള പീസ് ഹാവനിലെ ഒരു പള്ളിക്കാണ് ശനിയാഴ്ച രാത്രി മനഃപൂർവ്വം തീയിട്ടത്. സംഭവത്തെ ഒരു വിദ്വേഷ കുറ്റകൃത്യമായിട്ടാണ് പോലീസ് നിലവിൽ വിലയിരുത്തുന്നത്. ആ സമയത്ത് രണ്ടുപേർ പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവർ സുരക്ഷിതമായി രക്ഷപ്പെട്ടുവെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. ബ്രിട്ടനിൽ ഇസ്ലാമോഫോബിയയും ജൂതവിരുദ്ധതയും വർദ്ധിച്ചു വരുന്ന സമയത്താണ് ഈ തീവയ്പ് ആക്രമണം നടക്കുന്നത്. മാഞ്ചസ്റ്ററിലെ ഒരു സിനഗോഗിന് പുറത്ത് 2 ജൂത വിശ്വാസികൾ കൊല്ലപ്പെട്ട ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രാത്രി 10 മണിയോടെ പള്ളിയുടെ പ്രധാന കവാടത്തിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ അടിയന്തര സേവനങ്ങൾ സംഭവ സ്ഥലത്തെത്തി. കഴിഞ്ഞ 4 വർഷമായി ഒരു ചെറിയ പ്രാദേശിക സമൂഹത്തിൻ്റെ ആരാധനാലയമാണ് ഈ പള്ളി. മുഖം മൂടി ധരിച്ച 2 പേർ ആദ്യം വാതിൽ തകർക്കാൻ ശ്രമിച്ചതായും പിന്നീട് പള്ളിയിൽ പെട്രോൾ ഒഴിച്ച് തീയിടുന്നതായും CCTV ദൃശ്യങ്ങൾ കാണിച്ചതായി പള്ളിയിലെ ഒരു വളണ്ടിയർ മാനേജർ പറഞ്ഞു. തീപിടുത്തം ഉണ്ടായ സമയത്ത് പള്ളിയുടെ പ്രസിഡന്റും 60 വയസ്സുള്ള മറ്റൊരു വളണ്ടിയറും വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ചായ കുടിക്കാൻ നിന്നിരുന്നു. അവർ വലിയ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ പ്രധാന കവാടത്തിൽ നിന്ന് തീ പടരുകയായിരുന്നു. വലിയ സ്ഫോടനം കേട്ടതായും അവർ പുറത്തിറങ്ങിയപ്പോൾ പ്രധാന കവാടത്തിലെ തീ ദിശ മാറാൻ തുടങ്ങിയതായും പറഞ്ഞു. അവർ കൃത്യസമയത്ത് പോയില്ലെങ്കിൽ അവരുടെ ജീവിതം അപകടത്തിലാകുമായിരുന്നു. അവർ പള്ളിയുടെ തറയിലും വാതിലിലും പെട്രോൾ ഒഴിക്കുന്നത് കണ്ടു. തീ പള്ളി പ്രസിഡന്റിന്റെ കാറിലേക്കും എത്തി എന്നാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത്. തീപിടുത്തത്തിൽ പള്ളിയുടെ മുന്നിലും പുറത്ത് നിർത്തിയിട്ടിരുന്ന ഒരു വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചതായി പോലീസും പറയുന്നു. പള്ളി പ്രസിഡന്റ് ഒരു ഡ്രൈവർ കൂടെയാണ്. അദ്ദേഹത്തിന്റെ വരുമാനം ആ വാഹനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. തീപിടുത്തത്തിൽ അവർക്ക് ശാരീരികമായി പരിക്കേറ്റിട്ടില്ലെന്നും എന്നാൽ മുസ്ലിം സമൂഹം അതിൻ്റെ ആഘാതം അനുഭവിക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. ആ പള്ളി ലക്ഷ്യമിടുന്നത് ഇതാദ്യമല്ലെന്നും മാനേജർ പറഞ്ഞു. ഒരു രാത്രിയിൽ മുട്ടകൾ എറിയുകയും ചിലർ അധിക്ഷേപകരമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു. സംഭവത്തെ അപലപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിദ്വേഷം വീണ്ടും വർദ്ധിച്ചു വരികയാണെന്നും ബ്രിട്ടൻ അതിനെ പരാജയപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.